നാലാമത്തെ ഒരു വിഷയം, നമ്മുടെ വാക്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മൾ ഒരാളോട് പറയാം എന്നെ നീ ആക്രമിച്ചതുപോലെ അള്ളാഹു നിന്നെയും ആക്രമിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹു നിന്നെയും ആക്രമിക്കട്ടെ എന്ന് പറയാൻ പാടില്ല. അക്രമം അല്ലെ, ദുൽമ്, അത് അള്ളാഹുവിന് ചേർന്നതല്ല. അതേപോലെ എന്നെ നീ വഞ്ചിച്ചില്ലേ, അള്ളയും നിന്നെ വഞ്ചിക്കട്ടെ എന്ന് പറയാൻ പാടില്ല എന്നാണ്. ഈ അക്രമം, വഞ്ചന, ഖിയാനത്ത് എന്ന് പറയും. ദുൽമും ഖിയാനത്തും അതെന്തല്ല, അള്ളാഹുവിന് ചേർന്ന സിഫത്തല്ല. അക്രമികൾക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കൂലേ? കൊടുക്കും, തീർച്ചയായും കൊടുക്കും. പ്രതികാരം അള്ളാഹു നടത്തും അല്ലേ? വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികളായ ആളുകൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. മറിച്ച് നീട്ടി വെക്കാണ്, പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ട് അള്ളാഹു നീട്ടി വെക്കാണ്. പക്ഷെ അള്ളാഹു ചെയ്യുന്നത് അക്രമമാണോ? ഒരു അക്രമിക്ക് നേരെ ചെയ്യുന്നത് അക്രമമാണോ? ഒരിക്കലുമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വലാ യദ്ലിമു റബ്ബുക അഹദ, അള്ളാഹു ഒരാളെയും അക്രമം പ്രവർത്തിക്കൂല. അല്ലെ, അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? ക്രമം തെറ്റിക്കുക, നീതിക്ക് വിരുദ്ധമാണ് അക്രമം എന്നുള്ളത്. അല്ലെ, അനീതിയാണ് അക്രമം എന്നുള്ളത്, അനീതിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു അക്രമം, അനീതി ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടാവില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ സ്വന്തത്തിന് അക്രമത്തെ ഹറാമാക്കിയിട്ടുണ്ട്, ദുൽമിനെ സ്വന്തത്തിന് ഹറാമാക്കിയിട്ടുണ്ടെന്നാണ് ഹദീസിൽ കാണാം. അപ്പോ അങ്ങനെ നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല നമ്മളുടെ വാക്കില്. അല്ലെ, അസ്അലുല്ലാഹ അൻ യദ്ലിമക കമാ ളലംതനി, നീ എനിക്ക് ആക്രമിച്ചതുപോലെ അള്ളാഹും നിന്നെ ആക്രമിക്കട്ടെ, അനീതി കാണിക്കട്ടെ. നീ എന്നോട് അനീതി കാണിച്ചതുപോലെ അള്ളാഹും നിന്നോട് അനീതി കാണിക്കട്ടെ എന്ന് പറയാൻ പാടില്ല. അള്ളാഹു എന്തെങ്കിലും ശിക്ഷിക്കുന്നുണ്ട് എങ്കിൽ, ആർക്കെങ്കിലും പ്രതികാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അക്രമമല്ല, അനീതിയല്ല. കാരണം അള്ളാഹുവിന് അതിനുള്ള യോഗ്യതയുണ്ട്. അല്ലെ, അള്ളാഹു എല്ലാം നൽകിയിട്ട് പിന്നീട് തെറ്റുകൾ ചെയ്താൽ അത് അവന്റെ തെറ്റാണ്, അള്ളാഹുവിന്റെ തെറ്റല്ല. അള്ളാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് അള്ളാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് അള്ളാഹ് ചെയ്യുന്നത് ഒരിക്കലും അനീതിയല്ല, അക്രമമല്ല. അതുകൊണ്ട് ആ അക്രമം എന്നുള്ള പദം അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റൂല.